ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണം ആൻഡ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പണികൾ നമുക്ക് കിട്ടും എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളുമാണ്. പക്ഷേ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എട്ടിൻ്റെ പണി തരുന്ന ഒരു ടൂളുമാണ്. സോ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമുള്ള ടൂളാവും. കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ കടത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റ്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള റിസ്ക് എന്നാണ്. സോ ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള റിസ്കിനെ പറ്റി പറയാം. പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡിനെ ഒരു ഫ്രീ മണി ആയിട്ട് കാണാറുണ്ട്. അതായത് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പേ ചെയ്യുന്നത്, നീ വാങ്ങിച്ചോടാ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു കടമാണെന്നുള്ള വിചാരമില്ലാതെ ചുമ്മാ അങ്ങ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതങ്ങനെ പലരെയും വലിയ വലിയ കടക്കണകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. നോർമലി ബാങ്കുകൾ ഇപ്പോൾ ഒരു സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ അയാളുടെ സാലറിയുടെ 3x വരെ, അതായത് 25,000 രൂപ സാലറി ഉള്ള ആൾക്കാണെങ്കിൽ ഒരു 75,000 അല്ലെങ്കിൽ 1,00,000 ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. സോ ആ ക്രെഡിറ്റ് കാർഡ് അയാൾ വാങ്ങിച്ച് ഇയാളുടെ ഇത്രയും പൈസ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അയാൾ പോയിട്ട് നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇതിനെപ്പറ്റി വെറീഡ് ആവത്തേയില്ല. എൻ്റെ ക്യാഷ് ഉണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, സോ എന്നുള്ളൊരു വിചാരത്തിൽ അയാൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യും. പക്ഷേ ഇയാളുടെ സാലറി 25,000 ആണ്. സോ നെക്സ്റ്റ് മന്ത് ബില്ല് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 40,000 അല്ലെങ്കിൽ 50,000 രൂപയാണ് ബില്ല് വന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു 10,000 രൂപ ആയിരിക്കും മിനിമം ഡ്യൂ എന്ന് പറയുന്നത്. ആ എമൗണ്ട് മാത്രം പേ ചെയ്യും. ആൻഡ് ബാക്കി എമൗണ്ട് ഒന്നെങ്കിൽ EMI ആക്കിയിടും, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ക്യാരി ഫോർവേഡ് ചെയ്യും. സോ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ 30% അല്ലെങ്കിൽ 40% ആയിരിക്കും അതിൻ്റെ പലിശ എന്ന് പറയുന്നത്. സോ ഇത്രയും എമൗണ്ടിന് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് വല്ലതും കൊണ്ടുപോയിട്ട് ചെറിയ ഇൻട്രസ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡിൽ പൈസ അടച്ച് പെട്ടെന്ന് ആ ഒരു കടത്തിൽ നിന്ന് ഒഴിവാക്കി കാർഡ് ക്ലോസ് ചെയ്യായിരിക്കും മിക്ക ആൾക്കാരും ചെയ്യുക. പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പൈസ അടച്ചില്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ താഴ്ത്തും. അപ്പോൾ നമുക്കൊരു ലോണിനോ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമായതുകൊണ്ട് അത് റിജക്റ്റ് ആകും. പിന്നെ ഇതിന് കുറച്ച് ആനുവൽ മെയിൻ്റനൻസ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ കാർഡിനും ഇല്ല, നമ്മൾ കാർഡ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു വലിയ ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 100-500 രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് ഫീ ഒക്കെ വരുന്നുള്ളൂ. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് റിസ്ക് ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. പിന്നെ നമ്മൾ ഒരു ആവശ്യത്തിന് നമുക്ക് കയ്യിൽ പൈസ ഇല്ലെന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ATM വഴി പൈസയൊക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ ലിമിറ്റ് കാണും. പക്ഷെ അത് മിക്ക കാർഡുകളിലും നമ്മൾ ഈ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന പൈസയ്ക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സോ അതും നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓവർ സ്പെൻഡിങ്ങിൻ്റെ ഇഷ്യൂസ് തന്നെയാണ് വരിക. ഓവർ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചിലപ്പോൾ അക്കൗണ്ടിൽ ചിലപ്പം 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കാണും. പക്ഷേ 1,00,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കാണും. സോ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഓരോ സാധനങ്ങൾ കാണുന്ന സമയത്ത് ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോർമലി നമ്മൾ ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ട് ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപ ഉള്ളൂ, സോ എനിക്ക് 25,000 രൂപയുടെ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം എൻ്റെ 1,00,000 രൂപയുടെ കാർഡ് ഉണ്ടല്ലോ, പിന്നെന്താണ് ഞാൻ വെറീഡ് ആവേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ ഈ കാർഡ് കൊടുത്ത് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യും. നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം നമ്മുടെ കയ്യിലിരിക്കുന്ന ലിക്വിഡ് ക്യാഷ്, അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൈസ കൊടുക്കുന്ന അത്രയും വെറീഡ് ആവില്ല ഈ ക്രെഡിറ്റ് കാർഡിലുള്ള പേയ്മെൻറ്റിൽ മിക്ക ആൾക്കാരും ചെയ്യുമ്പോൾ. അതൊരു മെൻറ്റാലിറ്റിയാണ്. അതായത് ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഒരു മടി ഉണ്ടാവത്തില്ല ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഒരുപാട് പേരും ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റിൽ പെട്ടുപോകുന്നത്. പിന്നെ ഉള്ള ഒരു റിസ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത ആൾ പല ക്രെഡിറ്റ് കാർഡുകൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരുമ്പം അടുത്ത ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കും. അടുത്ത് വരുമ്പം അടുത്തടുത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കും. പിന്നെ ഇതൊരു ലൂപ്പായിട്ട് അങ്ങ് കിടക്കും. ഒരിക്കലും അവർ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ലോണോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് അത് അടച്ചിട്ടേ അവർക്ക്, അല്ലെങ്കിൽ ആ കാർഡിൻ്റെ എല്ലാം പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തിട്ട് ആ ലൂപ്പിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് ഇൻകം ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമില്ല. ഞാൻ ഒരു സാലറി ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ നോർമൽ ക്രെഡിറ്റ് കാർഡിൽ ഇതുപോലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അവർക്ക് നല്ല വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊന്നും ബാധിക്കത്തില്ല. കറക്റ്റായിട്ട് ഡ്യൂ വരുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് അടച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനുമില്ല, നല്ലൊരു ടൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അടുത്തത് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഒരു 6 ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. സോ ഇതിലെല്ലാം കൂടെ നല്ല എമൗണ്ട് 1 lakhന് മേളിലുള്ള ലിമിറ്റുള്ള കാർഡുകളാണ് എല്ലാം തന്നെ. അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു. അതായത് ഇപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലാന്നുണ്ടെങ്കിൽ പോയ വഴിക്ക് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. സോ അങ്ങനെയുള്ള സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. ഞാൻ എൻ്റെ പ്രോസ്പെക്റ്റീവിൽ എപ്പോഴും ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു എമർജൻസി യൂസിന് വേണ്ടി മാത്രമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാർഡ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ബാക്കി കാർഡുകളെല്ലാം എമർജൻസി യൂസ് ഉള്ളി. സോ
എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിയുമ്പോഴത്തേക്കും പണ്ടൊക്കെ വീട്ടുകാർ പറയുമായിരുന്നു, കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെക്കടാ, അതാകുമ്പോഴത്തേക്കും കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ. പക്ഷെ പ്ലഡ്ജ് ചെയ്യണേ ബാങ്കിൽ പോകണ്ടേ. സോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമുക്കൊരു 45 ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ സമയത്ത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിതുപോലെ തന്നെ എമർജൻസി പർച്ചേസുകൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം എന്താ പറയുക, ഒരു വണ്ടിക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഓക്കെ എനിക്ക് ഇന്നൊരു സാധനം വാങ്ങിക്കണം, അതെനിക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും, എന്നാൽ പോലും ഞാൻ EMI ആക്കുകയാണെങ്കിൽ പോലും എനിക്ക് വലിയ നഷ്ടം വരുന്നില്ല. ഇപ്പം പലപ്പോഴും നമുക്ക് പല ക്രെഡിറ്റ് കാർഡുകളിലും EMI ആയിട്ട് 10% EMI കിട്ടാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് EMI എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ആ പ്രൈസിൽ തന്നെ ഡിസ്കൗണ്ടും വരാറുണ്ട്. ഇപ്പോൾ ലുലുവിലൊക്കെ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് ഡിസ്കൗണ്ടും വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ നമ്മളിപ്പം ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ക്രെഡിറ്റ് കാർഡിൽ EMI ആയിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. എങ്ങനെയൊക്കെ തോന്നി നമുക്ക് നല്ല ഓഫറുകൾ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് EMIയിൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ആൻഡ് പലപ്പോഴും നമുക്ക് നോ കോസ്റ്റ് EMI കാര്യങ്ങളൊക്കെ പല കാർഡുകളിലും കിട്ടാറുണ്ട്. ആൻഡ് അതിൽ പ്രോസസ്സിങ് ഫീ ആയിട്ട് പിടിക്കുന്ന 100-200 രൂപ അതായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കാറ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഈ ഹ്യൂജ് ഇൻട്രസ്റ്റ് റേറ്റിൽ അത് ബാലൻസ് ആയി പോവുകയും ചെയ്യും. അതായത് ബാങ്കിന് ഒരു കാരണവശാലും നഷ്ടം പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. ഇപ്പം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെപ്റ്റിൽ ഈ ഈ ലൂപ്പിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പം 100 പേര് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 10 പേരായിരിക്കും കറക്റ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ബാക്കി 90 പേരും ഈ മിനിമം ഡ്യൂ അടച്ച് അതിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റും കൊടുത്ത് അങ്ങനെ പോകുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ബാങ്കിന് ലാഭമാണ്. കറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ റിവാർഡ് പോയിന്റ്സ് കിട്ടും. ഇപ്പം എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വൺകാർഡിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് 21,248 രൂപ റിവാർഡായിട്ട് ഞാൻ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. വൺകാർഡിൻ്റെ ആപ്പിൻ്റെ അത്ര തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് വെച്ച് തന്നെ നമുക്ക് ബില്ല് പേ ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് ഏകദേശം 21,284 രൂപ ഞാൻ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് റിവാർഡ്സ്, നമുക്ക് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ സമയത്ത് ഡിസ്കൗണ്ടുകൾ, പല സമയത്ത് നമുക്ക് ഫ്രീ മൂവി ടിക്കറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാറുണ്ട്. എയർപോർട്ട് ലോഞ്ച് ആക്സസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടാറുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടുകൾ കിട്ടുന്ന പല ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ട്രാവൽ കാർഡുകളൊക്കെ യൂസ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ യൂസ് കേസ് അതനുസരിച്ചുള്ള ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുക. ഇപ്പം ICICIയുടെ ആമസോണിൻ്റെ ക്രെഡിറ്റ് കാർഡിലൊക്കെ 5% ഒക്കെ ഡിസ്കൗണ്ട് കിട്ടുന്ന കാർഡുകളുണ്ട്. അതായത് ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെ 5% കണ്ട് കിട്ടും. അപ്പം അതൊക്കെ ICICIയുടെ ആമസോണിൻ്റെ ക്രെഡിറ്റ് കാർഡ്. അപ്പം ആമസോണിൽ ഒരുപാട് പർച്ചേസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കാർഡുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് കയ്യിലുള്ള പൈസയ്ക്ക് പർച്ചേസ് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് അടയ്ക്കാമെന്ന് ഉറപ്പുള്ളവർ കേട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്ന് നമുക്കൊരു ബിഗ് എമൗണ്ടിൻ്റെ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ലോണിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് EMI ഇടാതൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ EMI ആയിട്ട് സെറ്റ് ചെയ്ത് വിടാൻ പറ്റും. സോ അതിനൊന്നും നിങ്ങൾക്ക് വലിയൊരു പെട്ടെന്ന് കയ്യിലിരിക്കുന്ന നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെടാതെ ഒരു EMIയിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പറ്റും. ആൻഡ് കറക്റ്റായിട്ട് നമ്മൾ ആ പേയ്മെൻറ്റ് റീപേ ചെയ്യുന്നതനുസരിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് പിന്നെ പഴയപടി ആകുകയും ചെയ്യും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ്സിനേക്കാളും കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഫ്രോഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ബാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ബാക്ക് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് കാർഡിൽ അത്ര ഈസി അല്ല. കാരണം നല്ല ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ആൻഡ് കമ്പാരിറ്റീവ്ലി ഡെബിറ്റ് കാർഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് എപ്പോഴും ഈ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫോണിലുള്ള ആപ്പിൽ തന്നെ ഇതിൻ്റെ എല്ലാം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇത്ര, ഡെയിലി ട്രാൻസാക്ഷൻ ഇത്ര, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ എനേബിൾ ചെയ്യാം. ഇതെല്ലാം സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് ഓരോന്നും നോക്കി എനേബിൾ ചെയ്തേക്കണം. ഇപ്പോൾ കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ക്യാഷ് വിഡ്രോവലൊക്കെ മോസ്റ്റ് പ്രോബ്ലി ആരും തന്നെ മീൻസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആരും തന്നെ ഉപയോഗിക്കാറില്ല ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള ക്യാഷ് വിഡ്രോവൽ. അതൊക്കെ 0 ആയിട്ട് തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇൻ കേസ് നമ്മുടെ കാർഡ് പോയെന്ന് പറഞ്ഞാൽ പോലും ഒരു രീതിയിൽ ഇതായിട്ട് പോകണ്ട. ആൻഡ് ഡെയിലി ചെറിയ പർച്ചേസൊക്കെ മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ NFC ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഈ കാർഡ് മാത്രം മതിയല്ലോ, ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ആകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പേയ്മെൻറ്റുകളെല്ലാം എമൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഹ്യൂജ് എമൗണ്ടോ കാര്യങ്ങളോ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം വരത്തില്ല. ഇൻ കേസ് കാർഡ് മോഷണം പോയാലും അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ കാർഡ് ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യമൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ഡെബിറ്റ് ആയി കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പം വരുന്നുണ്ട്. ആൻഡ് ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പേടിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഇത് വലിയ കടത്തിലേക്കാണ് പോകുന്നത്, ഈ ബാങ്കുകാർ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നോർമലി യൂസ് ചെയ്യുന്നതിൽ തന്നെ വലിയ എമൗണ്ട് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്നൊന്നും പല ആൾക്കാർക്കും അറിയില്ല. ബേസിക്കലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ ബാങ്ക് നമുക്ക് തരുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 20% 30% താഴെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നിർത്തുക. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. നമ്മൾ കറക്റ്റായിട്ട് ഒരു 20% 30% ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ കയറും. കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.